പിതാവായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഫുൾ എനർജി ലെവലിലേക്കാക്കി അല്ല അതുക്കും മേലെ എത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോഷി അച്ഛനെ ഹോളി ഫാമിലി യൂണിറ്റിന്റെ 2024 ക്രിസ്മസ് ആഘോഷവേദിയിലേക്ക് ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യുന്നു. രക്ഷകൻ ജനിക്കുന്നു. ആ ജനനത്തിൽ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ഹോളി ഫാമിലി യൂണിറ്റിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സത്രത്തിൽ സ്ഥലമുണ്ട്, എന്റെ ചങ്കിനകത്ത് സ്ഥലമുണ്ട്, എന്റെ കുടുംബത്തിൽ സ്ഥലമുണ്ട് എന്ന് ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയുന്നിടത്താണ് ക്രിസ്തു ജനിക്കുക. ഇല്ലേ? ആവേശത്തോടെ വിളിച്ചു പറയണം, സത്രം എന്റെ ചങ്കാണ്, എന്റെ വീടാണ്, ഇവിടെ സ്ഥലമുണ്ട്. നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശു ജനിക്കട്ടെ, കുടുംബത്തിൽ ജനിക്കട്ടെ. എല്ലാ ക്രിസ്തുമസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് അച്ഛൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. വേണ്ടി സ്ഥലം വിട്ടു തന്ന ജിമ്മി മണ്ടിയെ ഈ അവസരത്തിൽ ഞങ്ങൾ ആദരിക്കുകയാണ്. മണ്ടി ജിമ്മിയെ സ്വാഗതം ചെയ്യുന്നു. പ്രണമാഞ്ജലിയായി തൃപാദ പൂജയ്ക്കായി സ്നേഹദീപമേ സന്തോഷത്തിന്റെയും നക്ഷത്ര തിളക്കം നമുക്ക് നൽകുന്ന ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയുടെ ആശംസകൾ ഏവർക്കും നേരുന്നു.
വർഷത്തിനപ്പുറം മണ്ണിനോടും മരങ്ങളോടും സൗഹൃദം കൂടിയ ഒരു ജനത ഈ പ്രകൃതിയുടെ ജൈവഘടനയ്ക്ക് വിള്ളൽ വീട്ടാതെ ഭൗമരാസ ചക്രങ്ങൾക്ക് ഹാനി വരുത്താതെ മാലിന്യങ്ങളെ ഭൂമിക്ക് വളമാക്കി മാറ്റിയിരുന്നു. ആനന്ദമകതാരിൽ പുൽക്കൂട് വിരിയുമ്പോഴാനന്ദം, ആനന്ദം മനതാരിൽ മിഴിനീര് മറയുമ്പോഴാനന്ദം. വ്യക്തിയുടെ ശബ്ദം എങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞങ്ങൾ ഇന്നിവിടെ പാടാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിലെ 73 പുസ്തകങ്ങളെ കുറിച്ചാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ. ലാലി, ഒരിടപ്പത് പൊന്നും കൊണ്ട് വന്നതാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പണയം വെക്കാനൊന്നും എടുക്കരുത് കേട്ടോ. എടി സൂസി, പണ്ടത്തെ പോലെ ഒന്നും അല്ല. നമ്മുടെയൊക്കെ കാലത്ത് കാരണന്മാരെ ബോധിപ്പിക്കണമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയില്ലാണോ? നേരം വെളുക്കുമ്പോഴേക്കും കിട്ടിയതൊക്കെ കൊണ്ട് ബാങ്കിൽ ലോക്കറിൽ വെച്ച് താക്കോല് കൈപ്പറ്റുക എന്നതാണ് അവരുടെ ആദ്യത്തെ പരിപാടി. അതൊക്കെ പോട്ടെ, മോള് നിന്നോട് എങ്ങനെയുണ്ട്? എന്റെ സീനെ, ഇത്രയും നല്ലൊരു മരുമോള്. അവൾക്ക് ജോലിക്ക് പോകണം. എന്നാലും ഉണ്ടല്ലോ 5 മണി ആകുമ്പോഴത്തേക്ക് എനിക്ക് കട്ടൻ കാപ്പി കൊണ്ടുതരും. ഞാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലൊരു മരുമോള് കിട്ടാനേ ഭാഗ്യം ചെയ്യുന്നോടി, ഭാഗ്യം. എന്റെ മോളെ, നിനക്ക് അവിടെ നിന്റെ ഇഷ്ടത്തിനൊന്നും കഴിക്കാൻ പറ്റാറില്ലേ? മമ്മി, ഞാനാ അവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത്. എനിക്ക് മടുത്തു. ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കണ്. നിനക്ക് എല്ലാറ്റിനും ഒരു മടി. എന്തേ നിനക്കൊരു ചായ വെച്ച് തന്നാല്? അതെ, എന്നെ കൊണ്ട് ഈ വീട്ടിലെ സകല പണിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സൂയിക്കണ്ട. പള്ളിയിലും പോയി പരദൂഷണം പറഞ്ഞ് കറങ്ങി വരല്ലേ. അതുമാത്രല്ല, മമ്മിയുടെ കൈപ്പുണ്യം ഞാനും കൂടി ഒന്ന് അറിയട്ടെന്ന്. ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. വീട്ടിൽ പോയി വന്നപ്പോ തുടങ്ങിയതാ ആ ഒരു മാറ്റം. എന്തേ, നിന്റെ അമ്മ വല്ലതും ഓതി തന്നായിരുന്നോ? ദേ, കാര്യമൊക്കെ ശരി. എന്റെ മമ്മീനെ പറ്റി പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. നിന്റെ മാത്രമല്ലടി, എന്റെ സ്വഭാവം മാറ്റാനും എനിക്കറിയാം. ഒരു ചായ ഇനി എപ്പോഴാ കിട്ടാന്ന് പറയുകയായിരുന്നു. ആ തന്റെ ഇടക്കാരിയോട് പറയാ ചായ തരാൻ. പിന്നെ മനുഷ്യ, വരച്ച വരയിലല്ലേ നിങ്ങൾ എന്നെ നിർത്തിയത്. അഖിലിനോട് പറയണം അവളെ മര്യാദ പഠിപ്പിക്കാൻ. അതിന് വര നീയല്ല വരച്ചത്. എടി, നീ എവിടെയാ നിന്നേ? നിനക്ക് തോന്നുന്ന നേരത്തെ കയറി വരാൻ ഇവിടെ പറ്റില്ല കേട്ടോ. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഞാനെല്ലാം അഖിലിനോട് പറഞ്ഞോളാം. നിങ്ങളുടെ ഇഷ്ടവും മനുഷ്യരും നോക്കേണ്ട കാര്യം എനിക്കില്ല. ആഹാ, എന്റെ മോനോട് ഇത് ഇപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. എടി, ഇന്ന് നിന്റെ ഭർത്താവ് വിളിക്കുന്നു. ഹലോ, അമ്മ പറയുന്നതൊക്കെ സത്യമാണോ? നീ എന്താ എന്നും ഇങ്ങനെ വൈകി വരുന്നത്? 7 മണി പറയുന്നത് ഇത്ര ലേറ്റ് ആണോ? അഖിലിനോട് മാരേജിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫ്രീഡത്തിന് വിട്ടാണെന്ന്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. അമ്മ പറയുന്നത് മുഴുവൻ നീ കേൾക്കണ്ട. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൂടെ? കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല. എനിക്ക് ഫ്രീഡം വേണം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നിങ്ങളുടെ പഴയ ചിന്താഗതികളുമായി ഒത്തുപോവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്റെ മമ്മി എന്നെ പൊന്നു പോലെ നോക്കും. ഗുഡ് ബൈ. ലാലിയേ, നമ്മുടെ യൂണിറ്റിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചു. നമ്മുടെ പരിപാടിയാണ് ഏറ്റവും സൂപ്പറായെന്ന് അച്ഛൻ പറഞ്ഞു. എന്തിനാ സീനെ ഇത്രയും വലിയ നുണ പറയണത്? പാവം നമ്മുടെ അച്ഛൻ. എല്ലാ യൂണിറ്റും കണ്ടു കഴിയാണ്ട് എങ്ങനെയാ ഒരു അഭിപ്രായം പറയാ? ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട സൂസി, നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്ത് പറ്റി ലാലി? നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഞങ്ങളോട് പറ. ഒന്നും പറയണ്ട. നിങ്ങൾ അന്ന് പറഞ്ഞത് അറം പറ്റി. അവൾ എന്റെ മോനെ ഇട്ടേച്ചു പോയി. അതെ ലാലി, ഒരു വഴിയുണ്ട്. നമ്മുടെ മഠത്തിലെ ദീപ സിസ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് സിസ്റ്ററെ ചെന്നൊന്ന് കാണാം. നല്ലൊരു ഫാമിലി കൗൺസിലറാണ് സിസ്റ്റർ. സിസ്റ്ററോ? സിസ്റ്റർ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ആദ്യം ആ അമ്മയോട് പോയി പറയും എന്നെ സ്വന്തം മോളെ പോലെ കാണാൻ. മോളെ, ഞാനൊന്ന് പറയട്ടെ.
അഖിലിന്റെ അമ്മയെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. നീ തെറ്റ് ചെയ്തുവെന്ന് ആരാ പറഞ്ഞത്? അഖിലിന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് മോളോട് ചെയ്തത് ഓർത്തിട്ട്. ഞാൻ എന്ത് ചെയ്യാനാണ് സിസ്റ്റർ പറയുന്നത്? മോള് തിരിച്ചു പോകണം. ഈ ക്രിസ്മസ് അഖിലിന്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കണം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. മോളെ നീ വന്നല്ലോ. അമ്മേ, എനിക്ക് കുറച്ച് തെറ്റുകളൊക്കെ പറ്റിപ്പോയി. അപ്പച്ച എന്നോട് ക്ഷമിക്കണം. സോനു, എന്റെ ഭാഗത്തുനിന്നും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ പെണ്ണുങ്ങളുടെ കാര്യം. മത്തായി ചേട്ടാ, ലാലി ചേച്ചി, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആണല്ലോ അല്ലേ? ഞാൻ വന്ന സമയം സൂപ്പറായി. ഞാൻ വിചാരിച്ചു ഇത്രയും നാളായിട്ട് അച്ഛൻ എന്താ പിരിവിന് ഇറങ്ങാത്തേന്ന്. ഒന്ന് പോവല്ലേ ലാലി ചേച്ചി? ഈ പാരിഷ് ഹാളും സ്വർഗകവാടവും പിന്നെ കൊടിമരവും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് മാത്രമേ മാറ്റുണ്ടാവുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം സിസ്റ്റർ ദീപ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ദൈവകൃപയാല് എല്ലാം സമാധാനത്തിൽ തന്നെ കലാശിച്ചല്ലോ അല്ലേ? ക്ഷമയും വിട്ടുവീഴ്ചയുമുള്ളിടത്താണ് ശാന്തിയും സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. കുറച്ച് വൈകിട്ടാണെങ്കിലും ലാലി ചേച്ചിയും സോനുവും അത് തിരിച്ചറിഞ്ഞല്ലോ. വളരെ നല്ല കാര്യം. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അമ്മായിമാർക്ക് വേണമെങ്കിൽ കയറാട്ടോ. ബാക്കിയുള്ള ടീമുകളോടെ പോയി അമ്മായിമാരൊക്കെ വെറുതെ ഇരിപ്പായ